ഇന്ന് അല്ല, ഇന്നലെയല്ല, ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തൃത്താലയിൽ ബൽറാമിനെ വെല്ലുവിളിക്കുകയാണ് സംവാദത്തിന്. വരൂ, ഇരിക്കൂ. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA, 10 വർഷമായി ഇരിക്കുന്ന ഒരു MLA, ഒരു മന്ത്രി, ഒരു ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന സിറ്റിംഗ് MLA സംവാദത്തിന് വിളിച്ചിട്ട് അതിനു മുമ്പിൽ മുട്ടുമടക്കി പോയിരിക്കുന്ന ബൽറാമിനെ കൂട്ടുപിടിച്ച് ഷാഫി പറമ്പിൽ തൃത്താലയുടെ തെരുവീതികളിലൂടെ നടക്കുമ്പോ പറയാ ബൽറാം ഈസ് ബെസ്റ്റ്, തൃത്താലയ്ക്ക് നല്ലത് ബൽറാം ആണെന്ന് പറയുന്നു. VD സതീശനുമായി മുഖ്യമന്ത്രി ഇരിക്കട്ടെ, ഇരിക്കുവാണെങ്കിൽ ഞാനും വന്നിരിക്കാമെന്ന് പറയുന്നു. എന്തിനാണ് ന്യായങ്ങൾ? വന്നിരിക്ക, ചങ്കൂറ്റത്തോടെ ഇരിക്കും മന്ത്രിക്ക് മുമ്പിൽ, ജനനായകന് മുമ്പിൽ. തൃത്താലയിൽ രാജേഷിന്റെ മുമ്പിൽ ഇരിക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കൂ. ഇരുന്നതിന് ശേഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അർഹതയില്ലാതെ, ആവതില്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോഴാണ് നിങ്ങളും നിങ്ങളുടെ നേതാവും ഷാഫി പറമ്പിലും VD സതീശനെയും ഒക്കെ കൂട്ടുപിടിച്ച് നിങ്ങൾ തൃത്താലയിൽ ജയിക്കാമെന്ന് കരുതുന്നത്. ഏതൊക്കെ വിഷയം ബൽറാം നേരിട്ടിട്ടുണ്ടോ അതിനു മുഴുവനും ഒരിക്കൽ പോലും ചരിത്രത്തിന്റെ ഇന്നലകളിൽ മറുപടി പറയാൻ കെൽപ്പില്ലാത്ത ഒരു നേതാവായി മാത്രമേ നിങ്ങളെ കാണാൻ കഴിയൂ. ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ലേബലിൽ വലിയ ക്യാൻവാസ് ഒക്കെ സൃഷ്ടിച്ച് തൃത്താലയിൽ ഈ തവണ കടന്നുകൂടാമെന്നാണ് ബൽറാമെ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ കേരള രാഷ്ട്രീയ മനസാക്ഷി കാണുന്നുണ്ട്. കേരളം തൃത്താലയിലേക്ക് നോക്കുന്നുണ്ട്. കാരണം ഒരു ഭരണകക്ഷിയുടെ ഒരു സിറ്റിംഗ് MLA തുടർച്ചയായി വെല്ലുവിളികളിലൂടെ നിങ്ങളെ നേരിട്ടിട്ടും വന്നിരിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടും നിങ്ങൾക്കത് കഴിയാത്തത് ഏത് ചോദ്യമായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എന്നുള്ള ഉത്തമ ബോധ്യവും എത്ര കൂട്ടിയും കിഴിച്ചാലും അതിന് ആൻസർ പറയാൻ കഴിയില്ലെന്ന നിങ്ങളുടെ ഉള്ളിലുള്ള തോന്നലുമാണ് അതിലേക്ക് നിങ്ങളെ അടുപ്പിക്കാത്തത്. ഷാഫി എന്ന് പറയുന്ന ക്യാമ്പയിനറായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന വലിയ കക്ഷിയെ കൊണ്ടുവന്ന് തെരുവിലൂടെ നടത്തിയാലും VD സതീശന് മുമ്പിൽ മുഖ്യമന്ത്രി ഇരിക്കുമോ എന്നുള്ള തട്ടുപൊളിപ്പൻ എന്ന് നിങ്ങൾ കരുതുന്ന ഒരു രീതിയിലും മുഖവിലക്കെടുക്കാൻ ആവതില്ലാത്ത ആ ചോദ്യം ചോദിച്ച് കഴിഞ്ഞുകൂടാമെന്ന് കരുതണ്ട. ഏപ്രിൽ 9 ജനങ്ങൾ വിലയിരുത്തും നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന്. മെയ് 4 ഈ നാടറിയും, ഈ കേരളം അറിയും ബൽറാമിന് ആ നാട് നൽകിയ വില എന്താണെന്ന്. ഒരു സംശയവും വേണ്ട അതിൽ നിങ്ങൾക്ക്.